ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പലപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയോടായിട്ട് വലിയൊരു ചതി തന്നെ ചെയ്യുകയാണല്ലേ ശ്രുതി. രേവതിക്ക് വന്നിരിക്കുന്ന ഒരു ഓർഡർ അത് ചന്ദ്രയാണ് എന്ന രീതിക്ക് തന്നെ ശ്രുതി സംസാരിക്കുകയും പിന്നീട് ഈ ഒരു കാര്യം രേവതിയോടായിട്ട് താൻ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്യുകയും ചെയ്തിട്ടോ. ആ ഒരു സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രുതി വന്നുടനെ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്താ രേവതിക്കുള്ള ഓർഡറൊക്കെ എടുത്തു വെക്കുന്നത്? നിനക്ക് ഇന്നു മുതൽ അവളോട് സ്നേഹം തുടങ്ങിയത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്കോ സ്നേഹമോ, ഇത് അവൾക്ക് വന്നിരിക്കുന്ന വലിയൊരു ഓർഡറാണ്, നീ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ ഒരു ലിസ്റ്റ് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ഒരുപാടുണ്ടല്ലോ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അത് ഇത് ഒരുപാടുണ്ട്, നല്ല വരുമാനം കിട്ടാനും സാധ്യതയുണ്ട്, ഇത് അവർക്ക് നാളെ തന്നെ കൊടുക്കേണ്ട ഓർഡറാണ്. ഞാൻ ഈ ഒരു ഓർഡറിൻ്റെ കാര്യം രേവതിയോട് പറയുകയില്ല. എന്തായാലും അദ്ദേഹം രേവതിയുടെ സ്ഥിരം കസ്റ്റമറാണെന്നുള്ള കാര്യമാണ്. ബൾക്കായിട്ടുള്ള ഓർഡർ കിട്ടാതിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം രേവതിയുടെ അടുത്തുനിന്ന് പിണങ്ങിപ്പോയിക്കോളും എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും ഇതെന്തായാലും നല്ലൊരു ഐഡിയ ആണ്, പക്ഷേ നീ എന്തുകൊണ്ട് അമ്മയുടെ പേര് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് രേവതിയുടെ സ്വഭാവം നമുക്കറിയാലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇദ്ദേഹം പിണക്കമെല്ലാം വന്ന് വീണ്ടും രേവതിക്ക് ഓർഡർ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് രേവതി എന്തായാലും താൻ ആരെ വിളിച്ചാണ് ഓർഡർ കൊടുത്തത് എന്നുള്ള കാര്യം ചോദിക്കും. സമയത്ത് ഞാൻ പിടിക്കപ്പെടാതിരിക്കാനാണ് അമ്മയുടെ പേര് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയണം, അത് വേണ്ടായിരുന്നു ശ്രുതി, എന്തായാലും അവൾക്കുടെ ഓർഡർ ക്യാൻസൽ അല്ല, അതെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീര കോൾ ചെയ്യുന്നത്. മീര പറയുന്നത്, ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലുണ്ട്, അത്യാവശ്യമായി തന്നെ നിന്നെ കാണണം, നീ പുറത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്താണ്. പെട്ടെന്ന് തന്നെ ശ്രുതി മീരയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് മീര പറയുന്നുണ്ട്, ബീരാനിക്കയുടെ അവസ്ഥ വളരെ ദയനീയമാണ്, അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ മീര പറയുന്ന സമയത്ത് നീ എന്താ പറഞ്ഞു വരുന്നത്? ഇനി അദ്ദേഹത്തിന് പൈസ കൊടുത്ത് ഞാൻ സഹായിക്കണമോ? എന്തായാലും എന്നെ കൊടുക്കാനുള്ള വലിയൊരു ബോംബ് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാനല്ല ശ്രുതിയുടെ ഇളയച്ചനെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് വീട്ടിൽ സ്ഥാനം ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ എന്നോട് പണം ചോദിക്കാനാണ് അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ബീരാനിക്ക് അങ്ങനത്തെ ഒരാളാണ് നിനക്ക് തോന്നുന്നുണ്ട്, അദ്ദേഹത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയെ, കാരണം രേവതി സിനിമ ഷൂട്ട് ചെയ്യുന്ന ഫീൽഡിൽ വെച്ച് ബീരാനിക്കയെ കണ്ടതായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അതവിടെ കഴിഞ്ഞത്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഇളയച്ചൻ ഗൾഫിലാണ് എന്ന രീതിക്കല്ലേ സംസാരിച്ചത് എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശ്രുതി, രേവതി നേരിട്ട് തന്നെ ബീരാനിക്കയെ കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഒന്നും പേടിക്കാൻ, ശ്രുതി പറയുന്നുണ്ട് അവൾ നേരിട്ട് അവൾ എന്തിനാ അങ്ങോട്ടേക്ക് ചെന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മറ്റെന്തിനാ ബീരാനിക്കയെ കുറിച്ച് അറിയാനായിരുന്നു, ബീരാനിക്കയുടെ പേരെന്താണ്, എവിടെയാണ് താമസിക്കുന്നത് എന്നെല്ലാം തന്നെ ചോദിച്ച് ചെറിയൊരു കഥാപാത്രമായതുകൊണ്ട് തന്നെ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഡയറക്ടർക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ ഭാഗ്യം എന്നൊക്കെ മീര പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, എന്തായാലും അവൾക്ക് നല്ലൊരു പണി കൊടുക്കണം, അവൾ വീണ്ടും പുറത്തിറങ്ങാത്ത രീതിക്ക് ആക്കിയെടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരാഴ്ച അതിനുള്ളിൽ രേവതി പുറത്തിറങ്ങും, പിന്നെ നീ പറഞ്ഞ പോലെ അവൾ വീട്ടിൽ പൂട്ടിലിടാനാണെങ്കിൽ എത്ര നാൾ നിനക്ക് പൂട്ടിയിടാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ മീര പറയുന്ന സമയത്ത് പൂട്ടിയിടാനും അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെയല്ല ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം നീ പറഞ്ഞ കാര്യം, അതായത് രേവതിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ തളച്ചിടണം, ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് നല്ലൊരു പരിഹാരം തന്നെ ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്ക് എതിരെ വലിയൊരു ചതി തന്നെ ഒരുക്കിയെടുക്കാണ്ട് ശ്രുതി. പിന്നീട് കാണിക്കുന്ന ആന്റണിയാണ്. ആന്റണിയും കൂട്ടത് ശരത്തും കൂടിയിട്ട് പലിശ പിരിവ് എന്ന രീതിക്ക് തന്നെ ഒരു വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലാണ്ട് അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വൈഫിനോടായിട്ട് പ്രതീക്ഷ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പ്രതീക്ഷയായിരുന്നു ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആന്റണി ഇത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവസാനം അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഞാൻ, അദ്ദേഹം ഇവിടെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യുക, അദ്ദേഹം വരട്ടെ, അദ്ദേഹം വന്ന വരെ ഞങ്ങളിവിടെ ഉണ്ടാവും, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ നീ ഉണ്ടാക്കി വെക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി എന്ന രീതിക്ക് തന്നെ, അതായത് വളരെ മോശമായ രീതിയിൽ തന്നെ ആന്റണി അവിടെ പെരുമാറുകയാണ്. അതിനുശേഷം പ്രതീക്ഷയുടെ വൈഫിനോടായിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ അവനെ വിളിച്ചതിന് ശേഷം ആന്റണി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറയാം, അപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലാവും, ആന്റണി ആരാണെന്ന് അവന് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രതീഷിൻ്റെ വൈഫ് വേഗം തന്നെ പ്രതീഷിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ പ്രതീഷ് കോൾ എടുക്കുന്ന സമയത്ത് ഒരു യാത്രയിലായിരിക്കും. യാത്ര ചെയ്യുന്നത് നമ്മുടെ സച്ചിയുടെ വണ്ടിയിലാണ്. ഇദ്ദേഹം ഫോൺ എടുത്ത ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്നുണ്ട്, ആന്റണിയിൽ നിന്ന് ആളിവിടെ വന്നിട്ടുണ്ട്, ഇവിടെ പ്രതീക്ഷേനെ എത്രയും വേഗം ഇവിടെ വരണമെന്ന് പറയുന്നത്, നീ ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ വേഗം വരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോള് കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം സച്ചിയോടായിട്ട് പറയുന്നത്, ആ വളവ് തിരിയുന്നിടത്തുള്ള ഗേറ്റിൻ്റെ അവിടെ നിർത്തിയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി വണ്ടി നിർത്തുന്നത് വളരെയധികം പരിഭ്രമത്തോടും പേടിയോടും കൂടി തന്നെ സച്ചിയുടെ കൈകളിലേക്ക് പണം കൊടുത്തതിന് ശേഷം ഇദ്ദേഹം അകത്തേക്ക് കയറി പോവുകയാണ്. സച്ചി ആണെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനിരുന്ന സമയത്ത് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം വണ്ടിയൊക്കെ ഒന്ന് കൃത്യമായി തന്നെ ശരിയാക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇതേ സമയം തന്നെ പ്രതീക്ഷ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആന്റണിയെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ആന്റണി നീ എന്താ ഇവിടെ, നിനക്ക് എന്താ ഇവിടെ വരേണ്ട ആവശ്യം എന്തായിരുന്നു, നിന്റെ പലിശയെല്ലാം നിന്നെ കൃത്യമായി അടയ്ക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ പലിശ മാത്രമല്ല നീ അടയ്ക്കുന്നുള്ളൂ, മുതൽ ഇതുവരെ അടച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും ആന്റണി, ഞാൻ പണം മേടിക്കുന്ന സമയത്ത് നീ പറഞ്ഞിരുന്നില്ലല്ലോ പലിശയും മുതലും അടയ്ക്കണമെന്നുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇപ്പം എനിക്ക് അത്യാവശ്യമായിട്ട് 1,00,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് 1,00,000 രൂപ കിട്ടിയാൽ മതിയാവും എന്ന് ആന്റണി പറയുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ സച്ചിയാകട്ടെ വണ്ടിയൊക്കെ ശരിയാക്കിയതിന് ശേഷം വണ്ടിയിലേക്ക് കയറാനൊരുങ്ങുന്ന സമയത്താണ് ബാക്ക് സീറ്റിൽ, അതായത് പ്രതീക്ഷ ഇരുന്ന ഭാഗത്തായിട്ട് പ്രതീക്ഷയുടെ ഒരു ബാഗ് മറന്നു വെച്ചേക്കുന്നത് കാണുന്നത്.
പെട്ടെന്ന് തന്നെ സച്ചി ഇത് അദ്ദേഹത്തിന് കൊണ്ടേ കൊടുത്തേക്ക്, ഇത് അദ്ദേഹത്തിൻ്റെ ബാഗാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാഗ് എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഇതേ സമയം തന്നെ ആന്റണി വളരെ മോശമായ രീതിയിൽ തന്നെ പ്രതീക്ഷയോടായിട്ട് സംസാരിക്കാം കേട്ടോ. ഇതേ സമയം തന്നെ ആന്റണി തനിക്കുന്നതിന് പണം കിട്ടണം, കിട്ടിയേ മതിയാകും എന്നുള്ളൊരു വാശിയോട് കൂടി തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്നുള്ള പ്രതീക്ഷ പറയുന്നുണ്ട്, തൻ്റെ കയ്യിൽ നിന്ന് പണമില്ലാണ്ട് 2 ദിവസം സാവകാശം ഉണ്ടായിട്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ തന്നെ എങ്ങനെയാലും പണം ഒപ്പിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആന്റണി അതിനൊന്നും തന്നെ തയ്യാറാവുന്നില്ല. വേഗം തന്നെ ആന്റണി പറയുന്നത്, ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്യാം, എടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഉണ്ടാക്കി തരുന്നതായിരിക്കും, അവൻ എപ്പോൾ പണം കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് വളരെ മോശമായ പ്രവൃത്തിയാണ് ആന്റണി എന്ന് പ്രതീക്ഷ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആന്റണി പറയാണ്, അതെങ്ങനെ മോശമായ പ്രവൃത്തിയാണ്, നീ ഇത്രയും വലിയൊരു വീടൊക്കെ പണിതിട്ട് പിന്നെ നിനക്ക് പണത്തിൻ്റെ ആവശ്യം എന്തിനായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും താൻ വലിയൊരു ബിസിനസ്മാനാണ്, ഇടയ്ക്ക് വെച്ച് തനിക്ക് വലിയൊരു നഷ്ടമുണ്ടായി, അതുകൊണ്ട് പലരിൽ നിന്നും പണം കടം മേടിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരാൾ ഞാനും ഉണ്ടായിരുന്നില്ലേ, ഞാൻ നിന്നെ സഹായിച്ചതാണ്, ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്ന പണം നീട്ടുള്ള 1 ലക്ഷം രൂപ ഇപ്പം തന്നെ നീ തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന്റണി സംസാരിക്കുമ്പോഴത്തേക്ക് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ് ആൻറ്റി, ഞാൻ എത്രയും വേഗം കൊണ്ടുതരാമെന്ന് പറഞ്ഞില്ലേ, നീ വളരെ മോശമായ രീതിയിലൊന്നും തന്നെ പെരുമാറാൻ വേഗം പോകാൻ നോക്കിയെന്ന് പ്രതീക്ഷ പറയുന്ന സമയത്ത് അതിന് മോശമായിട്ട് എന്താ പറഞ്ഞു, ഞാൻ പലിശയ്ക്ക് പകരമായിട്ട് നിൻ്റെ വൈഫിനെ എൻ്റെ കൂടെ വിടാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ആന്റണി വാക്കുകൾ അതിര് കടന്നു പോകുന്നുണ്ട്. നിൻ്റെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു, നിൻ്റെ പൈസ ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് തരിക തന്നെ ചെയ്യും എന്നൊക്കെ പ്രതീക്ഷ പറയുന്നുണ്ടെങ്കിലും ആന്റണി വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. ആന്റണിക്ക് തനിക്ക് ഇന്ന് തന്നെ പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് നിൽക്കണം. അതിന് ശേഷം പറയുന്നുണ്ട്, പണവുമായിട്ട് നീ വേഗം എന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട്, എനിക്ക് പല പണികളുണ്ട് എന്ന് പറയുമ്പോഴാണ് സച്ചി പറയുന്നത്, നിനക്കെന്താ വീട്ടിൽ പോയിട്ട് എന്താ ഭിക്ഷ എടുക്കാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് സച്ചി ആന്റണിയും ശരത്തും എല്ലാവരും തന്നെ കാണുന്നത്. ഈ ഒരു സമയത്ത് സച്ചി ഇവർ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോണിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സച്ചിനെ കാണുമ്പോൾ തന്നെ ആന്റണിയുടെ കൂട്ടുകാർ പറയുന്നത്, നീ എന്തിനാ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതാ എനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തല്ല അദ്ദേഹത്തിനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആന്റണിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം പറയുന്നുണ്ട്, നിനക്ക് എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ ആന്റണി, നീ എൻ്റെ എത്രയൊക്കെ മേടിച്ച് കൂട്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിനക്കെന്താ ഇവിടെ കാര്യം, ഇതെനിക്ക് ഞാൻ പണം പലിശയ്ക്ക് കൊടുത്ത ആളോടായിട്ട് സംസാരിക്കുന്നതാണ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് പലിശ, ഈ ഇദ്ദേഹത്തിൽ നിന്ന് മേടിച്ച പലിശ തന്നെ ഉണ്ടാവും, മുതലും പലിശയൊക്കെ തീരാനായിട്ട് എന്ന് സച്ചി പറയുന്ന സമയത്ത് ഇതിൽ നീ ഇടപെടേണ്ടത് നിന്റെ ഫാമിലിയൊന്നുമല്ല, നിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുമില്ല എന്ന് ആന്റണി പറയുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് നിന്റെ 2 കാലും കൈയും ഞാൻ തല്ലി ഓടിക്കുമെന്ന് ആന്റണിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്. ആന്റണി ആണെങ്കിൽ ഒരു പരിഭ്രമത്തോടും അതിലുപരി ഒരു നാണം കെട്ട അവസരം നിൽക്കുകയാണ്. കാരണം താൻ പലിശയ്ക്ക് പണം കൊടുത്ത ആളുടെ മുന്നിലാണ് താൻ നാണം കെട്ടി നിൽക്കുന്നത്. ആ ഒരു സമയത്ത് ആന്റണിയുടെ കൂട്ടാളി വന്നിട്ട് പറയാം, നീ ആരുടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ നിനക്ക് എന്താ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് 2 എണ്ണം കൂടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആന്റണിയോടായിട്ട് പറയുന്നുണ്ട്, നീ എന്ത് കാര്യത്തിന് അവിടെ നിന്ന് പലിശ കയറി ചോദിക്കുന്നത്, വീട്ടിൽ കയറി പലിശ ചോദിക്കാൻ പാടില്ല, നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ, നിനക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്ന ആന്റണി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഇതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞത്, ഇത് നീയോ ഞാനോ ആയിട്ടുള്ള പ്രശ്നമല്ല എന്ന് ആന്റണി പറയുമ്പോഴത്തേക്കും ശരിയാണ്, നീയോ ഞാനോ ആയിട്ടുള്ള പ്രശ്നമല്ല, അതുകൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട്, സാർ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി, വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയാനായിട്ട് സച്ചി പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആന്റണി പറയുന്നത്, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാര്യം എന്താണെന്നൊക്കെ പോലീസുകാർ തന്നെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കും, അവർ നല്ല രീതിയിൽ തന്നെ നിനക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് സച്ചി പറയാം കേട്ടോ. അതിനുശേഷം പ്രതീക്ഷയോടായിട്ട് സാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുമെന്ന് പറയുകയാണ്. ഇദ്ദേഹം അടിച്ചു നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഭാര്യ പറയുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറയുന്നുണ്ട്. പ്രതീക്ഷ ഫോൺ എടുക്കുന്ന സമയത്ത് ആന്റണി പറയുകയാണ്, പ്രതീക്ഷയെ വേണ്ട, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും വിളിക്കൊന്നും വേണ്ട, പലിശയും മുതലുമായ 3 ലക്ഷം രൂപ അത് 2 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഏൽപ്പിച്ചാൽ മതി, നിങ്ങളുടെ രക്ഷകനുണ്ടല്ലോ ഇവൻ തന്നെ നിങ്ങൾക്ക് 3 ലക്ഷം രൂപ ഒപ്പിച്ചു തരുമെന്ന് ആന്റണി പറയുകയാണ് കേട്ടോ. ഈ ഒരു സമയം സച്ചി വരുന്ന പറയുന്നത്, പലിശയും മുതലും കൂട്ടി ആകെ 3 ലക്ഷം രൂപയുള്ളൂ അല്ലേ, നിങ്ങളെ ഒരു പേപ്പർ എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീഷിന്റെ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അതിന് ശേഷം ആന്റണിയെ തന്നെ നോക്കി നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.